എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് SPCയുടെ ഹോമിയോ അഗ്രോ കെയറിൻ്റെ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളുടെ പ്ലാന്റ്സിന് വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ SPC ഹോമിയോ അഗ്രോ കെയർ എന്നത് ഒരു മെഡിസിനാണ്. ആദ്യം അത് മനസ്സിലാവും. ഒരിക്കലും അതൊരു വളമോ അല്ലെങ്കിൽ വിഷമോ അല്ല. ചെടികളിൽ നമ്മൾ കൊടുക്കുമ്പോൾ ചെടികളിലുള്ള മാറ്റം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതായത് പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ചെടികളിൽ രോഗങ്ങളും കീടങ്ങളും അകറ്റി ചെടിയെ ആരോഗ്യത്തോടെ വളർത്താനും ചെടികളിൽ നല്ല പൂവും കായും വളർച്ചാഘട്ടത്തിൽ വളർച്ചയും എല്ലാം കിട്ടുവാൻ ഉപയോഗിക്കുന്ന ഒരു ഹോമിയോ മെഡിസിനാണ് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ. ശരിക്കും പറഞ്ഞാൽ ഒരു 10-35 വർഷങ്ങളുടെ പരീക്ഷണത്തിൻ്റെ ഫലമായി കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റാണ് SPC ഹോമിയോ അഗ്രോ കെയർ. അതായത് നമുക്ക് എല്ലാ വൃക്ഷലതാദികളിലും നമുക്കിത് ഉപയോഗിക്കാം. അത് മാത്രവുമല്ല എല്ലാ ഘട്ടങ്ങളിലും വളർച്ചാ ഘട്ടങ്ങളിലും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ അനുസരിച്ച് ആ പ്രായത്തിനനുസരിച്ചുള്ള വ്യത്യാസമാണ് കാണപ്പെടുന്നത്. നമുക്കറിയാം, വലിപ്പം അനുസരിച്ച് വളർച്ചയിലും ചില സമയത്ത് പൂവിടലാണെങ്കിൽ അതിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ കായപിടുത്തത്തിൻ്റെ സമയത്താണെങ്കിൽ കായപിടുത്തത്തിലെ വ്യത്യാസം, അങ്ങനെ ഓരോ ഘട്ടത്തിലും, അതായത് ഓരോ ചെടികളിലും ഓരോ ഘട്ടത്തിലും അത് ഉപയോഗിക്കുമ്പോൾ ആ ഘട്ടത്തിൽ ഉള്ള വ്യത്യാസം ആണ് ഉണ്ടാകുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ നമ്മൾ ചെടികളിലേക്ക് കൊടുക്കുമ്പോൾ ചെടിക്ക് ഒരു സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സന്ദേശം കൊടുക്കുന്നത് വഴി ചെടികളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് 40 തരം വ്യത്യസ്ത മരുന്നുകളുടെ ഹോമിയോ മരുന്നുകളുടെ കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഒരു ചെടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ചെടിയിൽ 40 ഗുണങ്ങളാണ് വരുന്നത്. അതായത് ഓരോ മെഡിസിനും ഓരോ ഗുണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 40 ഗുണങ്ങളും ഈ ഒരു ചെടിയിൽ കിട്ടുന്നു എന്നാണ് ഇതിൻ്റെ വില. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇന്ന രോഗം, അതായത് ഇപ്പം ഒരു തെങ്ങിനെ സംബന്ധിച്ച് നമുക്കറിയാം പല പല രോഗങ്ങളാണ് അല്ലേ. കൊമ്പൻ ജെല്ലി, ചെമ്പൻ ജെല്ലി, കൂമ്പ് ജെല്ലി, മണ്ട കരിഞ്ഞു പോകുന്നത്, അതോടൊപ്പം തന്നെ ചെന്നീരൊലിപ്പ്, വെള്ളയ്ക്ക പൊഴിച്ചിൽ, കാറ്റ് വീഴ്ച, അങ്ങനെ ഒരു. അപ്പോൾ ഇതിന് എല്ലാത്തിനും ഒരു മരുന്ന് മതി. അതാണ് അതിലെ വ്യത്യാസം. അതോടൊപ്പം തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് ഇല്ലേ. ഏറ്റവും പ്രശ്നം നമുക്ക് ഇപ്പം തെങ്ങിനെ ബാധിക്കുന്നത് ചെല്ലികളാണ്. 2 തരം ചെല്ലികളുണ്ട്, കൊമ്പൻ ചെല്ലിയും ചെമ്പൻ. ഈ രണ്ടുമാണ് ഇപ്പം വളരെ കുഞ്ഞൻ. ഇവനാണ് ഇപ്പം നമ്മളുടെ തെങ്ങുകൾ മുഴുവൻ നശിപ്പിച്ചു വരുന്നത്. ശരിക്കും നമ്മുടെ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുകയാണെങ്കിൽ ആ തെങ്ങിൽ ഇവർ വരൂല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഞാൻ പറഞ്ഞു, ഇത് ഏതാണ്ട് ഒരു 35 വർഷങ്ങളുടെ പരീക്ഷണ ഫലമായി കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റാണ്. മാത്രവുമല്ല ഇത് ഒരു 40 മെഡിസിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. ഇത് ഒരു വിഷമല്ല, അതോടൊപ്പം തന്നെ വളവുമല്ല. വളം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് കൊടുക്കുന്നത് കൊണ്ട് ചെടികളിൽ മണ്ണിൽ നിന്ന് ഉള്ള വളത്തെ വലിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷെ വളമല്ല കേട്ടോ. അപ്പം പലരും ഹോമിയോ മരുന്ന് വളം എന്ന് ചോദിക്കുന്നുണ്ട്. വളമല്ല, ഇതൊരു മെഡിസിനാണ്. അതായത് വൃക്ഷലതാദികളിൽ വരുന്ന ഏത് ഘട്ടത്തിലും എല്ലാ പ്ലാന്റ്സിനും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെടികളിൽ രോഗവും വരില്ല, ഒരു തരത്തിലുള്ള കീടവും വരില്ല, വന്യമൃഗങ്ങളും ഒന്നും വരാതെ ചെടിയെ വേണ്ട. അതായത് ഒരു ചെടിക്ക് അറിയാം ഈ ഏത് ഘട്ടത്തിൽ ഏത് അലിലോ കെമിക്കലാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഇതൊരു നമ്മളിത് കൊടുക്കുമ്പോൾ ഒരു അലിലോ കെമിക്കൽ ചെടി ഉൽപ്പാദിപ്പിച്ച് ചെടികളിൽ ഒരു സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു 40 മെഡിസിൻ്റെ കോമ്പൗണ്ട്. അപ്പോൾ ഓരോ മെഡിസിനും ഇതാണ് ഓരോ കാര്യമാണ് ചെയ്യുന്നത്. 40 കാര്യങ്ങളാണ് അപ്പം ഓരോ ചെടികളിലേക്കും ഇത് ചെയ്യുന്നത് മൂലം സംഭവിക്കും. അപ്പം ഓരോ മെഡിസിൻ്റെയും ചെയ്യുന്ന കാര്യങ്ങൾ ഓടിച്ചൊന്ന് നോക്കാം. ആദ്യമേ ഞാൻ പറഞ്ഞു, ഒന്നാമത്തത് ഒരു ചെടിയിൽ ആദ്യം തന്നെ നമുക്കറിയാം ചെടി നടുമ്പോഴേ ഏറ്റവും വേണ്ടത് എന്താ? നല്ല വേരുകൾ ഉണ്ടെങ്കിലേ ചെടി നല്ല രീതിയിൽ വളരുള്ളൂ. കാരണം മണ്ണിൽ നിന്ന് വളത്തെ വലിച്ചെടുക്കാൻ വേരുകൾ വേണം. അപ്പോൾ ആദ്യത്തെ ഒരു ഗുണം, ചെടികളിൽ നല്ല രീതിയിൽ പുതിയ വേര് വരുന്നു. അതാണ് ഫസ്റ്റ് നമ്മളിത് കൊടുക്കുന്നതിൻ്റെ ഒന്നാമത്തെ മെഡിസിൻ്റെ ഗുണം. രണ്ടാമത്തെ, മണ്ണിലുള്ള എല്ലാ ന്യൂട്രീഷ്യൻസിനെയും ഇപ്പോൾ ഓൾറെഡി കുറേ ന്യൂട്രീഷ്യൻസ് മണ്ണിൽ കാണും, പക്ഷെ അത് ചെടികൾ എടുക്കാത്ത നിലയിൽ കിടക്കുന്നുണ്ടാവും. പക്ഷേ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ കൊടുത്ത മരങ്ങളിലെ അല്ലെങ്കിൽ ചെടികളിലെ
ഉള്ള വേരുകൾ പെട്ടെന്ന് ആ മണ്ണിൽ ഓൾറെഡി കിടക്കുന്ന വളത്തെ വലിച്ചെടുക്കുന്നു. ഓൾറെഡി ഉള്ളത് പലപ്പോഴും വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളതും ഇത് വലിച്ചെടുക്കുന്നു. മൂന്നാമത്തെ ഗുണം സാപ്പ് ബാലൻസിങ്. ഇപ്പോൾ സാപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. സാപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് പോലെ തന്നെ ചെടികളിൽ ഒഴുകുന്ന ഒരു ദ്രാവകമാണ് സാപ്പ്. അത് 2 തരത്തിലുണ്ട്. അതായത് സൈലമുണ്ട്, ഫ്ലോയമുണ്ട്. സൈലം സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് സൈലം സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരുകളിൽ കൂടി നമ്മൾ കൊടുക്കുന്ന ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോഷണങ്ങൾ, വെള്ളം, അതോടൊപ്പം തന്നെ പഞ്ചസാര, ഇത് 3ഉമാണ് ഇതിൽ കൂടി ഓടുന്നത്. ഓരോ ദ്രാവകമായിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞ നേരത്തെ നമ്മുടെ ബ്ലഡിൽ പോലെ ചെടികളുടെ ഉള്ളിൽ കൂടി പോകുന്നു. ഇത് വേരിലുള്ളത്, വേര് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഈ പോഷണങ്ങളെയും അതോടൊപ്പം തന്നെ വെള്ളത്തെയും അതോടൊപ്പം തന്നെ ഷുഗറിനെയൊക്കെ ചെടികളുടെ മറ്റുള്ള ഭാഗങ്ങളിലേക്കെല്ലാം എത്തിക്കുന്നത് ഈ സൈലം സാപ്പാണ്. അപ്പം അത് ബാലൻസ് ചെയ്യുന്നു നമ്മളിത് കൊടുക്കുന്നത്. പിന്നെ ഫ്ലോയം ഉണ്ട്. ഫ്ലോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ നമുക്കറിയാം പ്രകാശ സംശ്ലേഷണ, ആഹാര സമ്പത്തി, ഇലകളിൽ കൂടി പത്രപോഷണത്തിൽ കൂടിയൊക്കെ കിട്ടുന്ന എല്ലാ പോഷണങ്ങളെയും അതുപോലെ തന്നെ വെള്ളത്തെയും അതോടൊപ്പം തന്നെ പഞ്ചസാരയും ചെടികളുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഫ്ലോയം സാപ്പ്. അപ്പം ഈ സാപ്പിനെ ബാലൻസ് ചെയ്യുന്നതാണ് ഒരു ഇതിനകത്ത് എല്ലാ കോമ്പൗണ്ടിലെ ഒരെണ്ണം. അടുത്തത് ചെടികളിൽ പലപ്പോഴും സ്ട്രെസ് ഉണ്ടാവും. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്ട്രെസ്സാണ്. എക്സ്ട്രീം ക്ലൈമറ്റിൽ ഒരു സ്ട്രെസ് കാണും, മനസ്സിലായി. ഇപ്പോൾ നല്ല വരൾച്ച ഘട്ടത്തിൽ അല്ലെങ്കിൽ നല്ല മഴയുള്ളപ്പോൾ. വേറൊരു സമയത്തെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയെ ഏതെങ്കിലും കീടങ്ങൾ ആക്രമിക്കുമ്പോൾ ഉണ്ടാകും ഒരു സ്ട്രെസ്. മൂന്നാമത്തെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിയെ ഒരിടത്തുനിന്ന് പറിച്ച് വേറൊരു സ്ഥലത്തേക്ക് വെക്കുമ്പോൾ ഒരു ചെടിക്ക് സ്ട്രെസ് ഉണ്ടാകും. അതോടെ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ഈ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ SPC ഹോമിയോ അഗ്രോ കെയർ കൊടുത്ത ചെടികളിൽ സാധ്യമാകുന്നു. അടുത്തത് നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇലകളും തണ്ടുകളും നമ്മൾ ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നത് കൊണ്ട് വരുന്നു. അതോടൊപ്പം തന്നെ ചെടിയുടെ പ്രായമായ സമയത്ത്, അതായത് പൂക്കേണ്ട പ്രായമായെങ്കിൽ ചെടി നല്ല രീതിയിൽ പൂക്കുന്നു. ഇത് കൊടുക്കുന്നത് കൊണ്ട് മാത്രം കിട്ടുന്ന ഗുണങ്ങളാണ് ഈ പറയുന്നത്. അടുത്തോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ രോഗപ്രതിരോധ ശേഷി, ചെടികളിൽ ഒരു വിധത്തിലുള്ള രോഗങ്ങൾ വരൂല. പലതരത്തിലുള്ള രോഗങ്ങൾ ആക്രമണത്തിൽ നിന്ന് ഫംഗസ്, വൈറസ്, ബാക്ടീരിയ മൂലമുള്ള പലതരത്തിലുള്ള രോഗമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കാറ്റ് വീഴ്ചയുണ്ട്, അതോടൊപ്പം തന്നെ ചെന്നീരൊലിപ്പുണ്ട്. ഇതെല്ലാം രോഗങ്ങളാണ്. അതുപോലെ തന്നെ കൂമ്പ് ചെയ്യലുണ്ട്, ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന ഒരു ഫംഗസ് ഉണ്ടാക്കുന്ന. അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളും വരൂല. ഇപ്പം തെങ്ങിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അതുപോലെ എല്ലാം ഇപ്പം ജാതിക്കും ഒക്കെ ഉണ്ട്. അപ്പം ഇതുപോലെ ഉള്ള രോഗങ്ങളും വരൂല, കീടങ്ങളും വരില്ല. അപ്പം ഒരു രോഗം എന്നല്ല, ഇപ്പം ഒരു രോഗത്തിന് നമ്മൾ ഒരു മെഡിസിൻ കൊടുക്കേണ്ട പോലെയല്ല. ഇത് എല്ലാ രോഗങ്ങൾക്കും എതിരെ ഇത് കൊടുത്താൽ മതി. അതുപോലെ എല്ലാ കീടങ്ങൾക്കെതിരെ ഇത് കൊടുത്താൽ മതി. അടുത്തത് സോയിൽ ലൈഫ് ആക്ടിവേഷൻ എന്ന് പറയും. അതായത് ചെടികൾക്ക് വേണ്ട എല്ലാ മൂലകങ്ങളിലും ചെടികൾ ഈ സാപ്പിൽ കൂടി എടുക്കുവാനായിട്ട്. ഇപ്പം നമുക്ക് ഒരു ചെടിക്ക് ഏറ്റവും പ്രധാനമായിട്ട് 17 മൂലകങ്ങൾ വേണം, അല്ലേ? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, പിന്നെ 14 മൂലകങ്ങൾ. ഇതെല്ലാം ചെടികളിൽ കൂടി എടുക്കാനായിട്ട് നമ്മൾ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ കൊടുത്ത ആ പ്ലാന്റ്സിന് സാധ്യമാകുന്നു. അതോടൊപ്പം തന്നെ ഭയങ്കര സോൾട്ടി ആയിട്ടുള്ള ഒരു വെള്ളത്തിൽ ചെടി നിൽക്കുന്നു. അപ്പോൾ ഈ ഈ ഉപ്പിനെ മാറ്റി ചെടി ആ ഉപ്പില്ലാത്ത വെള്ളത്തെ എടുക്കാനായിട്ട് ഇത് വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇതെല്ലാം നമ്മൾ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്ന ചെടികൾക്ക് സാധ്യമാകുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരുവിധം പല ചെടികളിലും വരുന്ന ഒരു പ്രശ്നം തണ്ടുതുരപ്പനെ കുറിച്ച് അറിയാം. ഇപ്പോൾ ഏലകർഷകർക്കൊക്കെ ഏറ്റവും പ്രശ്നമുണ്ടെന്ന്. ഇപ്പം മുരിങ്ങയുടെയൊക്കെ ഇന്നും 2 പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മുരിങ്ങ ഒടിഞ്ഞു പോയി നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് തണ്ടുതുരപ്പം പോലും. ഇതുപോലെ പയർ, ഒരുവിധം എല്ലാ ചെടികളിലും തണ്ടുതുരപ്പം. അത് ശരിക്കും പറഞ്ഞാൽ തണ്ടുതുരപ്പം പ്രധാനമായിട്ട് വരാനുള്ള പ്രധാന കാരണം കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ശരിക്കും pH ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം. ഇനിയിപ്പം ഈ തണ്ടുതുരപ്പം പോലുള്ള ഇതുകൾ, ഈ പെസ്റ്റുകൾ നമ്മൾ ഹോമിയോ കൊടുക്കുന്നത് മൂലം വരുന്നില്ല. തണ്ടുതുരപ്പം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ മേത്തോട്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം അത് ഈ സ്റ്റെമ്മിന് ആ തടിയുടെ അകത്തായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സാധാരണ അതിനെ വെട്ടിയിട്ട് അതിനെ എടുത്ത് കളയാം എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ ആക്ച്വലി. പക്ഷേ നമ്മൾ ഹോമിയോ അഗ്രോ കെയർ കൊടുത്ത ഇതിനകത്താണ്
ഇത് വരൂല. ഏറ്റവും എഫക്റ്റീവ് ഇപ്പം ശരിക്കും ഏലത്തിനൊക്കെ 20 ദിവസം കൂടി കൊടുത്തവർക്ക് പലർക്കും ഈ നമ്മളുടെ തണ്ടുതുരപ്പൻ്റെ പ്രശ്നമേ വരുന്നില്ല. അത്ഭുതമായിട്ടാണ് ആളുകൾ പറയുന്നത്. കാരണം അവർ വളരെയധികം വിഷം അടിച്ചടിച്ച് മടുത്തു. എന്നിട്ടും നമ്മൾ ഇതൊന്ന് കൊടുത്തപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ അതിന് വരുന്നില്ല. അതോടൊപ്പം തന്നെ ജീവാണുക്കളെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നു. ജീവാണുക്കൾ എന്ന് വെച്ചാൽ നമുക്കറിയാം, മണ്ണിൽ ഉള്ള നമുക്ക് ഉപകാരപ്രദമുണ്ട്, ഉപദ്രവകാരികളുണ്ട്. ഇപ്പം ഉപകാരപ്രദമായ ജീവാണുക്കളെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് ഹോമിയോ കൊടുക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നു. പിന്നെ മണ്ണിലുള്ള പല ധാതുക്കളെയും വലിച്ചെടുക്കാനായിട്ട് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. പിന്നെ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ചെടികൾക്കുണ്ടാകുന്ന സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കീടാക്രമണം മൂലം ചെടികൾ വീക്കാവും ഇല്ലേ. പലപ്പോഴും ഈ വൈറ്റ് ഫ്ലൈ അറിയാവോ, പൗഡറി വീഡിയോ, അതായത് ചെറിയ ഒരുതരം ഫ്ലൈ ആണ്. അത് ഇലകളുടെ അടിയിൽ വെള്ളപ്പൂപ്പൽ പോലെ വന്നിരിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം, ആ ചെടി അങ്ങോട്ട് വീക്കായി നശിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഈ ഹോമിയോ അഗ്രോ കൊടുത്താൽ അത് പെട്ടെന്ന് അതിനെ ശരിയായി വരും. അതായത് വീക്കായിരിക്കുന്നതിന് പുനരുദ്ധരിപ്പിക്കാനായിട്ട് നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും മണ്ണൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കും. നമുക്കറിയാം മണ്ണ് എപ്പോഴും ഇളക്കാൻ, നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യം, മണ്ണ് ഇളക്കുകയല്ല വേണ്ടത്, മണ്ണ് ഇളകുകയാണ് വേണ്ടത്. ഇളകുന്നത് എങ്ങനെയാണ്? അവിടെ പലതരത്തിലുള്ള സൂക്ഷ്മജീവികളും മണ്ണിരയും ഒക്കെ വരുമ്പോഴാണ് മണ്ണ് ഇളകുന്നത്. അപ്പോൾ ഈ ഇളകാതെ കിടക്കുന്ന കട്ടിയുള്ള മണ്ണിൽ കൂടി പോലും വേരുകൾ ഡീപ്പായിട്ട് പോകാനായിട്ട് നമുക്ക് ഹോമിയോ അഗ്രോ കെയർ കൊടുത്ത പ്ലാന്റ്സ് സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ചെടി ഒരിടത്തുനിന്ന് കൊണ്ടുവന്ന്, നമ്മളിപ്പം നഴ്സറികളിൽ നിന്നൊക്കെ ഒരു ചെടി കൊണ്ടുവന്നു, അത് ഒരിടത്ത് വെച്ചിട്ട് നമ്മൾ അതിനെ അപ്പം തന്നെ, പ്രത്യേകിച്ച് ഒരു കറിവേപ്പൊക്കെ നമ്മൾ അപ്പം തന്നെ ഒരു ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നു. സ്പ്രേ ചെയ്യുക, അതിൻ്റെ കൂമ്പിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുക. എന്നിട്ടൊന്ന് നട്ടു നോക്കിക്കേ, ആ സ്ട്രെസ്സില്ല. ആ ചെടി നമ്മൾ അല്ലാതെ കൊണ്ട് നടുമ്പോൾ പലപ്പോഴും ചെടി 2-3 ദിവസത്തേക്കെങ്കിലും ഒന്ന് വാടി നിൽക്കും ഇല്ലേ. ഇത് ഇങ്ങനെ ചെയ്തേച്ച് നമ്മൾ ഹോമിയോ അഗ്രോ കെയർ സ്പ്രേ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വാടാതെ നമ്മൾ അതുപോലെ തന്നെ നിന്ന് അത് ചെടി വളരാനായിട്ടുണ്ട്. പിന്നെ ഈ എല്ലാ ചെടികൾക്കും ഒരു സ്മെല്ലുണ്ട്. പക്ഷെ ആ സ്മെല്ല് നമുക്ക് അനുഭവപ്പെടില്ല. അത് ആ ചെടികൾ ആക്രമിക്കുന്ന കീടങ്ങൾക്കും വന്യമൃഗങ്ങൾക്കും എല്ലാം അനുഭവപ്പെടും. അപ്പോൾ ഈ സ്മെല്ല് കൊണ്ടാണ് ചെടികൾ വളരെ ദൂരെ നിന്നും നമ്മളുടെ ചെടികളുടെ അടുത്തേക്ക് വരികയും ചെടികളെ ആക്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കീടങ്ങളെ ആക്രമിക്കുവാനുള്ള ഒരു സ്മെല്ല് അത് പുറപ്പെടുവിക്കുന്നത് നിർത്തും. അതുകൊണ്ട് തന്നെ കീടങ്ങൾ വരില്ല. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഈ പലതരം ടോക്സിക് ആയിട്ടുള്ളതുണ്ട്. അത് വേരിൽ കൂടി കയറി ചെടികളെ നശിപ്പിക്കുന്നു. പക്ഷേ വെള്ളക്കെട്ടുള്ളിടത്ത് പോലും ഹോമിയോ അഗ്രോ കെയർ, അതാണ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിടത്ത് തെങ്ങിന് 2 സ്ഥലത്തെ കാര്യം, നെൽകൃഷിയിൽ കണ്ടമാനം വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ടും നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ കൊടുത്ത നെല്ലുകൾക്കൊന്നും സംഭവിച്ചില്ല. അതോടൊപ്പം തന്നെ വാഴയുടെ കേസും പറഞ്ഞു. വാഴ വെള്ളത്തിലായിരുന്നു, എന്നിട്ട് വള്ളത്തിൽ പോയി അതിൻ്റെ കൂമ്പിൽ നമ്മൾ ഹോമിയോ അഗ്രോ കെയർ കൊടുത്തു. പക്ഷേ ആ വാഴകൾ മാത്രം രക്ഷപ്പെട്ടു വന്നു. അതായത് വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പോലും ഹോമിയോ അഗ്രോ കെയർ കൊടുത്തു കഴിഞ്ഞാൽ ആ ടോക്സിക് ആയിട്ടുള്ളവയെ വലിച്ചെടുക്കാതെ അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവ് കിട്ടുന്നുള്ളൂ. പിന്നെ വേരും മണ്ണും തമ്മിലുള്ള ഒരു ബന്ധം ശക്തമാക്കുന്നു. ഈ എല്ലാ ചെടികളുടെയും വേരിൻ്റെ അടുത്ത് ചില ബാക്ടീരിയാസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചെടികൾ ഇങ്ങനെ പിഴുത് കളയാതെ ഈ പ്രൂൺ ചെയ്ത് കളയണം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു തരം ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയാസ്, അതായത് ചെറിയ സൂക്ഷ്മജീവികൾ, അപ്പം വേരും ഈ മണ്ണ്, അതാണ് ആ മണ്ണിൽ ഏറ്റവും പ്രധാനമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ വേരും അതുപോലെ തന്നെ മണ്ണും കോണ്ടാക്ട് ചെയ്യുന്ന ആ ബന്ധത്തെ ദൃഢപ്പെടുത്തുവാനും ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നത് കൊണ്ട് സാധ്യമാണ്. പിന്നെ പലപ്പോഴും മഴക്കാലത്ത് നല്ലതായിട്ട് ചെടികളൊക്കെ ഒരുവിധം വളരും. എന്ന് വെച്ചാൽ ശക്തമായ മഴയത്ത് മരച്ച് നിൽക്കുകയുള്ളൂ. എന്നാലും ആദ്യത്തെ മഴയത്തൊക്കെ നമുക്കറിയാമാണ്. അതുപോലെ തന്നെയാണ് വേനൽക്കാലത്ത്.
വരൾച്ച ബാധിച്ച ചെടികൾ നമുക്ക് ശരിക്ക് വെള്ളം കൊടുത്താൽ കുഴപ്പമില്ല, വെള്ളം കൊടുക്കാതിരിക്കുന്നതൊക്കെ മരച്ച്, അതായത് വരൾച്ച സമയത്ത് മുരടിച്ച് നിൽക്കും. അങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ചെടികളെ ആണെങ്കിലും ഹോമിയോ അഗ്രോ കെയർ കൊടുത്തു കഴിഞ്ഞാൽ ആ മുരടിപ്പ് മാറി ചെടി വളരുന്നു. ഞാനിപ്പോഴേ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഹോമിയോ അഗ്രോ കെയറിൽ 40 തരം മരുന്നുകളുടെ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. ഈ 40 മരുന്നുകളിൽ ഓരോ മരുന്നിൻ്റെയും ഗുണങ്ങളാണ്. ഈ 40 മരുന്നുകൾക്ക് ഓരോ മരുന്നും ഓരോ ഗുണങ്ങളാണ്. അതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും ഗുണങ്ങളാണ് ഒരു ചെടിക്ക് നമ്മൾ ഇത് ഒരൊറ്റ മെഡിസിൻ കൊടുക്കുന്നത് കൊണ്ട് കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ദീർഘകാല വളർച്ചയ്ക്ക് ആവശ്യമായ ഘടനാശക്തി കിട്ടുന്നു. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ നമ്മൾ ചെടികൾ ആദ്യമേ കൊണ്ട് നടുമ്പോൾ ആ വേരുകൾക്ക് ഒരു ശരിക്കും അത് മണ്ണുമായിട്ട് ചേരത്തില്ല, കുറച്ച് നാൾ പിടിച്ചിട്ടാണ് മണ്ണിൽ ചേരുന്നത്. അപ്പം ആദ്യമേ നമ്മൾ കൊണ്ട് നടുമ്പോഴേ തന്നെ ആ വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുവാനായിട്ട് ഈ ഹോമിയോ അഗ്രോ കെയറിലെ ഒരു മെഡിസിൻ്റെ ഇതൊക്കെ ഓരോരോ മെഡിസിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് സാധ്യപ്പെടുന്നത്. പിന്നെ മണ്ണിൽ കൂടി വരുന്ന പലതരത്തിലെ കീടങ്ങളുണ്ട് അല്ലേ, വേരുപുഴുക്കളുണ്ട്, നിമാവിരകളുണ്ട്, അതോടൊപ്പം പല 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 പ്രശ്നങ്ങളുണ്ട് മണ്ണിൽ കൂടി. ഈ മണ്ണിൽ കൂടി വരുന്ന കീടങ്ങളെ ഈ ചെടികളിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് ഈ SPC ഹോമിയോ അഗ്രോ കെയറിൽ ഉള്ള ഒരു മെഡിസിൻ കൊണ്ട് സാധിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇത്രയും മെഡിസിൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ മനുഷ്യർക്കുള്ളതുപോലെ തന്നെ ചെടികളിലും അതിൻ്റെ മെറ്റാബോളിക് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതായത് ദഹന പ്രക്രിയ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ചെടികളിലെ മെറ്റാബോളിക് പ്രക്രിയകൾ പ്രവർത്തനം നല്ല രീതിയിൽ ക്രമീകരിക്കുവാനായിട്ട് പറ്റുന്ന ഒരു മെഡിസിൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നല്ല ഈർപ്പമുള്ള കാലാവസ്ഥയിൽ നമുക്കറിയാം ഈ ജാതിയൊക്കെ ഭയങ്കര മഴയുള്ളപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പെട്ടെന്ന് അതിന് സ്ട്രെസ്സായിട്ട് ഇലകൾ മുഴുവൻ പൊഴിഞ്ഞ് താഴെ കിടക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ ഈർപ്പം കൂടിയ കാലാവസ്ഥയിൽ ഫംഗസ് വളരുന്നതാണത്. അപ്പോൾ ഈ നല്ല ഈർപ്പമുള്ള ഒരു കാലാവസ്ഥയിൽ ഫംഗസ് വളരുന്നതിനെ SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ച മരങ്ങൾ ചെറുക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നല്ല വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തുള്ള ചെടികൾക്കുള്ള സ്ട്രെസ്സ് അത് കുറയ്ക്കുന്നു. പിന്നെ തണുപ്പും ഈർപ്പവും കൂടിയ കാലാവസ്ഥയിൽ ചെടികൾക്ക് വരുന്ന രോഗങ്ങളെ, അതായത് പഴുപ്പ് പോലെയൊക്കെ വരുന്ന രോഗങ്ങളെ തടയുന്നു. പിന്നെ ആദ്യഘട്ടങ്ങളിൽ ചെടികൾക്കുണ്ടാകുന്ന പോഷണക്ഷാമം പരിഹരിക്കാനായിട്ട് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നു. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അസന്തുലിതാവസ്ഥ മൂലം, ഇരുമ്പ് കൂടുതൽ ചെടികളിൽ വരുന്നത് മൂലം പലപ്പോഴും വളർച്ച മുരടിച്ച് നിൽക്കും. അത് ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നു. പിന്നെ മണ്ണിലെ അമിത സൂക്ഷ്മജീവി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നു. അതോടൊപ്പം തന്നെ ദീർഘകാല സമ്മർദ്ദം മൂലം ചെടികൾക്ക് ഊർജം നഷ്ടം വരും, അത് തടയാനായിട്ട് ഇത് സഹായിക്കുന്നു. പിന്നെ പൂവിടിയിൽ, കായപിടുത്തം എന്നീ സമയങ്ങളിൽ പോഷണങ്ങളുടെ കുറവ് മൂലം പെട്ടെന്ന്, അതാണ് നമ്മൾ ഈ തെങ്ങിൻ്റെയൊക്കെ കാര്യം പറഞ്ഞത്, പെട്ടെന്ന് തെങ്ങിൽ എന്താ വരുന്നത്, തേങ്ങാ പൊഴിച്ചിൽ, മച്ചിങ്ങ പൊഴിച്ചിൽ ഇല്ലേ, ജാതിക്കും ഉണ്ട്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നത് സാധ്യമാകുന്നു. അതുപോലെ തന്നെ ഉപ്പുമണ്ണിലുള്ള ജലനിയന്ത്രണക്കേട് മൂലമുള്ള സമ്മർദ്ദം അത് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ മണ്ണിൽ നിന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ മണ്ണിൻ്റെ pH അല്ലേ, pH എപ്പോഴും നമ്മുടെ SPCയുടെ pH ബൂസ്റ്റർ ഇട്ട് കൊടുത്ത് വേണം തുടങ്ങാൻ. അപ്പോൾ pH അസന്തുലിതാവസ്ഥ വന്നാൽ, അതായത് pH 7-ൽ കുറച്ച് കുറഞ്ഞിരുന്നാൽ പോലും ആ മണ്ണിൽ നിന്ന് വളർത്തിയെടുക്കാനായിട്ട് ഉള്ള സാധിക്കുന്നു. നമ്മൾ ഈ ഹോമിയോ കൊടുത്ത ചെടികൾക്ക്, അതായത് pH അസന്തുലിതാവസ്ഥയിൽ പോലും മണ്ണിൽ നിന്ന് വളർത്തിയെടുക്കാനായിട്ട് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ച ചെടികൾക്ക് സാധ്യമാകുന്നു. അതോടൊപ്പം തന്നെ ചെടിയുടെ ആന്തരിക പ്രതിരോധ സംവിധാനങ്ങളെ ക്രമപ്പെടുത്തുന്നു, ചെടിയുടെ സ്വാഭാവിക പ്രതിരോധ രക്ഷാപ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു, വേരുകളുടെ വികസനവും ഊർജ കൈമാറ്റവും കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നു.
ക്ഷീണിച്ച മണ്ണിനെ അതായത് വീണ്ടും ശക്തമാക്കാനായിട്ട് നമുക്ക് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ തുമ്പ കൊണ്ടോ ഒക്കെ വെട്ടുമ്പോൾ പലപ്പോഴും വേരുകൾ എന്ത് പറ്റും, പൊട്ടിപ്പോകാറുണ്ട് ഇല്ലേ? അതായത് വേരുകൾക്ക് മുറിവുകൾ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചെടികൾക്കും മുറിവുകൾ വരുന്നുണ്ട്. അതുപോലെയുള്ള പെട്ടെന്ന് ഉള്ള വേരുകളുടെ കേടുപാടുകൾ, മുറിവുകൾ, അതുപോലെ ചെടിക്ക് വരുന്ന മുറിവുകൾ പെട്ടെന്ന് അത് മാറ്റാനായിട്ട്, അതിനെ ക്യൂർ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്ന ചെടികൾക്ക് സാധ്യമാകുന്നു. പിന്നെ എൻസൈം പ്രവർത്തനം, വളർച്ചാ നിയന്ത്രണം എന്നിവ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളം കുറയുമ്പോൾ ചെടി പ്രതിരോധിക്കും. നമുക്ക് ഈ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നതുകൊണ്ട് വെള്ളം നമുക്ക് 70% ലാഭിക്കാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ വളത്തെ 40% ലാഭിക്കാൻ പറ്റുന്നു. ഇതെല്ലാം ഇത് കൊടുക്കുന്നത് കൊണ്ട് മാത്രം കിട്ടുന്നതാണ് ചെടികൾക്ക്. നമ്മൾ ഈ വളരെ നിസ്സാരമായി ഉള്ള ശരിക്കും പറഞ്ഞാൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ആ സൊല്യൂഷൻ എത്രയോ കുറച്ച് ചെടികളിൽ കൊടുക്കുന്നത് കൊണ്ട് ചെടിക്ക് കിട്ടുന്ന സവിശേഷതകളാണ് ഈ പറയുന്നതെല്ലാം. അതോടൊപ്പം തന്നെ പൂക്കൾ ഉണ്ടാകുന്നു, കായകൾ പരാഗണം നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമായിരിക്കും, പരാഗണം നടന്നില്ലെങ്കിൽ ഒരു ഇതും പൂക്കളും കായായി മാറൂല. സ്വയപരാഗണമുണ്ട്, പരപരാഗണമുണ്ട്. അപ്പോൾ ഈ പരാഗണം നല്ല രീതിയിൽ നടക്കാനായിട്ടും നമ്മുടെ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ച ചെടികൾക്ക് വളരെ നന്നായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്ന ചെടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു കാര്യത്തിനല്ല, എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം. പിന്നെ ശക്തമായ ആക്രമണം ഉണ്ടായ, പ്രത്യേകിച്ച് ഇപ്പം തെങ്ങിനൊക്കെ ആണെങ്കിലും ശക്തമായ ആക്രമണം ഉള്ള സമയത്താണെങ്കിൽ അതിനെ ഒന്ന് ക്രമീകരിച്ചിട്ട്, അതായത് ഇപ്പം ചെമ്പഞ്ചല്ലിയൊക്കെ ഒരുപാട് കയറി നശിപ്പിച്ചിട്ടുണ്ട്, അതിനെ ഒന്ന് നശിപ്പിച്ചിട്ട് ഇത് കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞു, നമ്മളുടെ പ്രോഡക്റ്റ് ഒരു വിഷമല്ല, വളമല്ല. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ചെടികളിൽ വരുന്ന ഇപ്പം ഞാൻ പറഞ്ഞ 40 ഗുണങ്ങളും കിട്ടുന്ന ഒരു മെഡിസിൻ തന്നെയാണ്. വളരെ വിലക്കുറവിൽ കിട്ടുന്നു. മാത്രമല്ല നമുക്ക് വളരെ സേഫായിട്ട് നമുക്ക് തന്നെ ഇത് തിന്ന് പോലും ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ 2-3 ഗുണങ്ങളുണ്ട്. ഇത് കൊടുക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് മതി, നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്, വളരെ സേഫായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ജൈവ കൃഷിയിലും എല്ലാം ഉപയോഗിക്കാം. വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്കിത് കിട്ടുന്നു. ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചോദിച്ചോളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിക്കാം കേട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കേ. മാം, എനിക്കൊരു സംശയമുണ്ട്. ചോദിച്ചോ. ഇപ്പൊ നമ്മള് വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലമായിരിക്കും, ചിലപ്പം അവിടെ വെള്ളം പൊതുവെ ഈർപ്പമുള്ള സ്ഥലമായിരിക്കും. ആ സ്ഥലത്ത് നമ്മൾ എങ്ങനെയാ മരുന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹോമിയോ കെയർ? അല്ല, വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒരു കസ്റ്റമർ എന്നോട് അങ്ങനെ ചോദിച്ചു, വെള്ളം കൂടുതലുണ്ട്, നിങ്ങൾ വെള്ളത്തിലാ കലർത്തി വെക്കാൻ പറയുന്നത്, അതുകൊണ്ട് ഫലം കിട്ടുമോ, വെള്ളത്തിൽ അങ്ങ് പോവോ എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പൊ അതെനിക്കൊരു ഡൗട്ടാണ്. ഓക്കെ, അതായത് ഒരു കാരണവശാലും മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഒരു ചെടിയുടെ. അങ്ങനെ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ചാല് കീറി വെള്ളത്തെ ഒഴുക്കി വിടണം. വെള്ളത്തിൽ സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏത് ചെടിയാണേലും അതിന് ഫംഗസും അതുപോലെയുള്ള കാര്യങ്ങൾ വരും. അതിനെ ഒരു ചരിഞ്ഞാക്കി ചാല് കീറി മാറ്റിയിട്ട്, ഇപ്പം എന്ത് പ്ലാന്റാണ് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്? തെങ്ങാണോ അതോ വേറെ വല്ലതും ആണോ? അതായത് വെള്ളത്തിൽ സ്ഥിരമായിട്ട് തെങ്ങ് നിന്ന് കഴിഞ്ഞാൽ തെങ്ങ് ശരിക്കും വളരൂല, അത് ഷുവറാ. സ്ഥിരം വെള്ളത്തിലൊന്നും ആയിരിക്കത്തില്ല, ഇടയ്ക്ക് വെള്ളം കയറിയതായിരിക്കും. തെങ്ങിനൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ അതിനകത്ത് വേരിൽ വെച്ച് കൊടുക്കാം. വലിയ തെങ്ങാണോ ചെറിയ തെങ്ങാണോ, അല്ലെങ്കിൽ കുരുത്തോലക്കൊമ്പിൽ സ്പ്രേയും ചെയ്ത് കൊടുക്കാം. മാഡം ഒന്ന് പറഞ്ഞോ, സംശയം ചോദിക്കട്ടെ? അതായത് ഇതിന്റെ ഉപയോഗ രീതി ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഗുണമായിരുന്നു. അതായത് ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് ഗ്രോ ബാഗിൽ
പച്ചക്കറി കൃഷി നടത്താൻ വേണ്ടിയാണുള്ളത്. ഞാൻ SPCയുടെ ഹോമിയോ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? വിത്ത് മുളച്ചു വരുന്നേ ഉള്ളൂ. അതായത് നമുക്ക് ആദ്യം മുതലേ തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് വിത്തുപചാര സമയത്ത് തന്നെ, വിത്ത് നമ്മൾ വെള്ളത്തിലിടുന്ന സമയത്ത് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിൽ നിന്ന് കുറച്ച് മാത്രം, അല്ല ഏറ്റവും തുടക്കത്തിൽ 6 ഗുളിക മതി കേട്ടോ. 6 ഗുളിക 1 ലിറ്റർ, 6 ഗുളിക 1 ലിറ്റർ അല്ല, നമുക്ക് എത്ര വിത്തുണ്ടോ, എന്ത് വിത്താണെന്ന് പറഞ്ഞാൽ ആ വിത്ത് നനയാൻ മാത്രമുള്ള വെള്ളത്തിലേക്ക് ഇടണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. അതായത് ആ വെള്ളം കുതിരാൻ, നമ്മുടെ സീഡ് കുതിരാൻ ഉള്ള അത്രയും വെള്ളം എടുത്തിട്ട് അതിനകത്ത് 6 ഗുളിക ഇട്ട് അത് സൊല്യൂഷൻ ആക്കിയിട്ട് അതിലേക്ക് നമ്മളുടെ സീഡ് ഇട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ച് സാധാരണ പോലെ തുണി കെട്ടിയ അങ്ങനെ വെച്ചിട്ട് നടുക. അതാണ് തുടക്കം മുതലേ രോഗപ്രതിരോധ ശേഷി തുടങ്ങാനുള്ള ഇത്. അത് കഴിഞ്ഞ് നമ്മൾ നടുന്ന സമയത്തും ആ മണ്ണിൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് തുടങ്ങുക. പിന്നെ അതിനുശേഷം നമ്മൾ ആദ്യത്തെ പ്രായങ്ങളിൽ, അതായത് ഒരു 2ലെ പ്രായമൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് ഒരു ഇലയിലെ വീണാൽ മതി. അങ്ങനത്തെ രീതിയിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി. ഓടിച്ചതെന്ന് വെച്ചാൽ 1 ഇല വീണാൽ മതി. പിന്നെ 1 അടിയോളം പൊക്കം വന്ന ശേഷം 2 ഗ്രാം എടുക്കണം. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് 1/3 പോർഷനിൽ മിസ്റ്റ് രൂപത്തിൽ ഇളം വെയിലുള്ളപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 20 ദിവസം കൂടുമ്പോൾ അങ്ങനെ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ രോഗവും കീടവും ഒന്നും വരില്ല. പിന്നെ തെങ്ങിൻ്റെ കാര്യം അറിയാമല്ലോ. തെങ്ങിനാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ 15 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തെങ്ങിൻ്റെ 2 അടി മാറ്റി ചുറ്റിനും, അതായത് ഇച്ചിരി മണ്ണൊന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. വേരിൽ മുട്ടണം നമ്മുടെ സൊല്യൂഷൻ, ആ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ നിന്നൊരു 330 ml എടുത്ത് ഒരു നല്ല പ്ലാസ്റ്റിക് കവറിൽ തെങ്ങിൻ്റെ ഒരു 1.5-2 അടി മാറ്റി പെൻസിൽ വണ്ണുള്ള ഒരു വേര് കിട്ടും. ആ വേരിനെ ചരിച്ച് മുറിച്ച് ഈ സൊല്യൂഷനിൽ മുങ്ങത്തക്ക രീതിയിൽ കെട്ടി വെച്ച് കൊടുക്കുക. 4 മാസം കഴിയുമ്പോൾ ഒരിക്കൽ കൂടി കൊടുക്കുക. വീണ്ടും 8 മാസം കൂടുമ്പോൾ ഒരിക്കൽ കൂടി കൊടുക്കുക. എന്നാൽ ആദ്യമേ നമ്മൾ 15 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്ന ഒരു പരിപാടി ആദ്യം 1 തവണ മാത്രം കൊടുത്താൽ മതി. മറ്റേ റൂട്ട് ഫീഡിങ് 4-ാം മാസവും 8-ാം മാസവും കൊടുക്കുക. പിന്നെ മറ്റുള്ള എല്ലാ പ്ലാന്റ്സിനും, ഫ്രൂട്ട്സ് പ്ലാന്റ്സിനോ മറ്റു പ്ലാന്റ്സിനും എല്ലാം നമ്മൾ കൊടുക്കേണ്ടത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിൽ കലക്കിയിട്ട് നമുക്ക് കണ്ണുകൊണ്ട് ഒന്ന് അളന്ന് നോക്കുക ചെടിക്ക് എന്തോരം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1000 ഇലകളുള്ള ഒരു ചെടിയാണെങ്കിൽ അതിൻ്റെ ഒരു 330 ഇലകളിൽ മിസ്റ്റ് രൂപത്തിൽ പൊക്ക പോലെ വീണാൽ മതി. അതിപ്പോൾ അടിയിലാണേലും മതി, ഇപ്പോൾ മുകളിലേക്കൊന്നും കയറണ്ട, താഴെയാണേലും മതി. അങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആ രീതിയാണ് വേണ്ടത്. മനസ്സിലായോ? ശരി മാഡം. നമസ്കാരം മാഡം. ചോദിച്ചു. ഹലോ. ചോദിച്ചോളൂ സാറേ. നമസ്കാരം മാഡം. ഞാൻ കോങ്ങാട് ഭാഗത്തുള്ള രാധാകൃഷ്ണനാണ്, ഫാർമേഴ്സ് അസിസ്റ്റന്റ് ആണ്. എന്റെ ചോദ്യം മാഡം, നമ്മള് തെങ്ങിന്റെ മടലില് പട്ടയ്ക്കടിയിലൊക്കെ വെള്ളപ്പൂപ്പൽ പോലെ ഫംഗസ് അറ്റാക്ക് വരാറുണ്ട്. അതിന് നമ്മള് ഹോമിയോ അഗ്രോകെയർ നേരത്തെ പറഞ്ഞ പോലെ വേരിൽ അടിയിൽ കൊടുത്താൽ മതിയോ, അതോ പട്ടയ്ക്കടിയിൽ മടലിന്റെ അടിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം? എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് വിധം? അതായത് ഹോമിയോ അഗ്രോകെയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാന ഒരു കാര്യം നമ്മൾ നോക്കുക, കഴിയുന്നതും ഇതിനെ ഒന്ന് കളഞ്ഞ ശേഷം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇത് ഓൾറെഡി ഉള്ളത് തന്നെ നമ്മളൊന്ന് കളഞ്ഞിട്ട് ചെയ്താൽ പിന്നെ വരൂല. ഏറ്റവും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സാധനം. അപ്പം നിറയെ ഉണ്ടെങ്കിൽ നമ്മളുടെ തന്നെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, SPCയുടെ ബയോ ഗാർഡ്. ഓക്കെ, ബയോ ഗാർഡും SPCയുടെ ബയോ സ്ട്രൈക്കും. ബയോ ഗാർഡ് 15 ml ബയോ സ്ട്രൈക്ക് 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള അനുപാതത്തിൽ കലക്കിയിട്ട് ആ ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ വീഴത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ പോകും. അതിനുശേഷം നമ്മൾ ഇതും അതിൻ്റെ ഒപ്പം തന്നെ ഇതും കൊടുക്കുക. ഇത് വേറെ കൊടുത്താൽ മതി മേഡം. ശരി. ബയോ ഗാർഡും പിന്നെ വേറൊന്ന് പറഞ്ഞു, ബയോ സ്ട്രൈക്ക് 5 ml. ബയോ സ്ട്രൈക്ക്. അതുപോലെ മേഡം, ഈ നമ്മൾ പച്ചക്കറിക്ക് 1/4 ഭാഗത്ത് അടിക്കാൻ പാടുമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 1/3
1/3. ഓക്കെ. 1/3 ഭാഗത്ത്. അത് ചെറിയ ചെടികൾക്കാണ് ബാധകം, അത് മുതിർന്ന ചെടികൾക്ക് അത് ഞാൻ കായ്ഫലം പറഞ്ഞില്ലേ, കിട്ടാൻ? ചെറിയ ചെടികൾക്ക് വളരെ കുറച്ച് മതി. 1 gram per liter. 1 gram per liter ആണ് വേണ്ടത്. ഒരടിക്ക് മുകളിൽ പോയാൽ മാത്രമേ നമ്മള് എത്രയാ 2 grams പാടുള്ളൂ. 2. അത് ശരി. അതുപോലെ നമ്മള് സാർ മാഡം ഇപ്പൊ നമ്മള് ഫാമിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന, നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹൈബ്രിഡ് തൈകള് നമ്മൾ മെർച്ചിങ് ചെയ്തിട്ട് വെക്കുമ്പോൾ അതിന് ചോട്ടില് റൂട്ടിൽ അടിച്ചു കൊടുക്കണോ അതോ മൊത്തത്തിൽ അടിച്ചു കൊടുക്കണോ? ഒരു കാരണവശാലും ഇത് മൊത്തത്തിൽ അടിക്കുന്ന ഇടപാടില്ല. എന്ത് സാധനം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 1/3 പോർഷനിൽ മിസ്റ്റ് രൂപത്തിൽ ഇളം വെയിലുള്ളപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ. പിന്നെ നമ്മൾ ആകെപ്പാടെ തെങ്ങിന് മാത്രമേ ഡയറക്റ്റ് വേര് കൊടുക്കുന്നുള്ളൂ. മറ്റുള്ളവയ്ക്കെല്ലാം മണ്ണിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മണ്ണില് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ 2 gram 1 ലിറ്റർ വെള്ളത്തിൽ. ഇപ്പൊ കവുങ്ങിനൊക്കെ ആണെങ്കിൽ കവുങ്ങിന്റെ ഒക്കെ സൈസ് അനുസരിച്ച്. പിന്നെ മാഡം ഈ നമ്മൾ വേനൽ കാലത്ത് നനയ്ക്കാൻ പറ്റാത്ത ഭാഗങ്ങളില് തൈകൾക്ക് ക്ഷീണം, നേരത്തെ സ്ട്രെസ് ഉള്ള തെങ്ങ്, കവുങ്ങ്, വാഴ, അതിനൊക്കെ വാട്ടം ബാധിച്ചു കഴിഞ്ഞാൽ ആ വാടുന്ന സമയത്ത് നമ്മൾ മഴ പെയ്തതിന് ശേഷമാണോ ഉപയോഗിക്കേണ്ടത് അതോ ഓൾറെഡി ആ വാട്ടം കണ്ട ഉടനെ ചെയ്യാൻ പാടുമോ? അതായത് നമ്മൾ ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് തുടക്കത്തില് നമുക്കറിയാമല്ലോ ഇതിങ്ങനെ വാട്ടം വരും അല്ലേ, നമുക്ക് അറിയാവുന്ന. അപ്പൊ ഒരു പ്രിക്കോഷൻ ആയിട്ട് എപ്പോഴും ചെയ്തേക്കുക, അതാണ് എപ്പോഴും സേഫ്. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. മാഡത്തിന്റെ വിലയേറിയ അനുഭവങ്ങൾ ഞാൻ എപ്പോഴും പരമാവധി കേൾക്കാറുണ്ട്. ഞാൻ ഫീൽഡിൽ പോകുമ്പോൾ അത് വളരെ ഉപകാരപ്രദമാകാറുണ്ട്. മോസ്റ്റ് കൺഗ്രാജുലേഷൻ മാഡം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്നത് ഇതിപ്പോ പലരും രോഗം വന്ന് ക്ഷീണിച്ചതിന് കൊടുക്കുന്നു. പലരും നമ്മളെ സംസാരിക്കുമ്പോഴേ എൻ്റെ 2 തെങ്ങുകൾക്ക് കീടബാധയുണ്ട്, അപ്പൊ അതിനും വേണ്ടി കൊടുക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കീടബാധ ഉള്ളതിനല്ല, ഇതൊരു പ്രിക്കോഷനായിട്ട് എല്ലാത്തിനും കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു തെങ്ങ് മറിഞ്ഞു, ചെമ്പഞ്ചല്ലി വന്ന് മറിഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം 300 മുതൽ 400 മുട്ടകൾ പുഴുണ്ടായി അത് മെച്ചൂറായി പറന്നു പോകുന്ന സാഹചര്യമായിരിക്കും. പക്ഷേ ആ സമയത്തും നമ്മളുടെ ഹോമിയോ അഗ്രോ കെയർ കൊടുത്ത തെങ്ങുകൾ അവിടെ ഉണ്ടെങ്കിൽ അത് സേഫാണ്. അതുകൊണ്ട് അപ്പം ഇത് വന്ന ശേഷം അല്ല കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇത് കൊടുത്ത തെങ്ങുകളാണെങ്കിൽ അതിലേക്ക് ഈ ആക്രമണം ഉണ്ടാവില്ല. അപ്പം എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അസുഖം വരാൻ കാത്തിരിക്കരുത്. ഇത് പ്രിക്കോഷനായിട്ട് എപ്പോഴും കൊടുത്തിരിക്കുക. വളരെ തുച്ഛമായിട്ട് മതിയല്ലോ, ശരിക്കും കുറച്ച് മാത്രം മതി. ഈ ഡൈല്യൂഷനും പൊട്ടൻഷ്യലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ചെയ്യേണ്ട രീതി എപ്പോഴും കൃത്യമായി മനസ്സിലാക്കി മാത്രം ചെയ്യുക. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതെ അതെ, ശരി. ഓക്കെ മാഡം, അപ്പൊ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ SPCയുടെ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഓരോ കാര്യം ചോദിക്കും. ഇപ്പൊ നമ്മൾ പട്ടമരിപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തലമുടി നാര് പോലത്തെ രോഗമുണ്ട്, അല്ലെങ്കിൽ കൊമ്പണൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ ഈ എല്ലാ ഞാൻ പറഞ്ഞ ഡെഫിഷ്യൻസിക്ക് നമ്മൾ സൂക്ഷ്മ മൂലങ്ങൾ പൊട്ടാസ്യം അതുപോലത്തെ ഒക്കെ കൊടുക്കണം. പക്ഷേ നമ്മളുടെ കീടവും രോഗവും അത് രണ്ടും ഇതുമൂലം മാറ്റി കിട്ടും. എങ്കിലും ഡെഫിഷ്യൻസി ഒരു പരിധിവരെ ഇത് കിട്ടും കേട്ടോ. കാരണം നമ്മൾ എടുക്കാതെ കിടക്കുന്ന പല വളത്തെയും നമ്മൾ ഇത് കൊടുക്കുന്നത് മൂലം നല്ല പുതിയ വേരുകൾ വരികയും അവ എടുക്കുകയും ചെയ്യുന്നുണ്ട്. മാഡം, ഇപ്പൊ നമുക്ക് ഹൈബ്രിഡില് തെങ്ങൊക്കെ വെക്കുന്നില്ല, അപ്പൊ അങ്ങനെ ഉള്ളതോ സാധാ തെങ്ങിനൊക്കെ ഏത് സമയം മുതൽ നമുക്ക് നമ്മുടെ മരുന്ന് കൊടുത്തു തുടങ്ങാം? ചിലവര് 2 മാസം ആയിട്ടുണ്ട്, അപ്പൊ കൊടുക്കാമോ? അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? വേര് കിട്ടിയ അത് അത്ര ആക്ച്വലി തെങ്ങ് നമ്മൾ നടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളെപ്പോഴും ഹൈബ്രിഡ് ഒക്കെ വാങ്ങുമല്ലേ ചെയ്യുന്നത്. വാങ്ങി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ കുരുത്തോല കൂമ്പിൽ, അതായത് 1 gram 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോ കലക്കിയിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് വിടുക. കുരുത്തോല കൂമ്പിൽ സ്പ്രേ ചെയ്ത് വെച്ചേക്കുക. പിന്നെ എപ്പോഴാണോ നമ്മൾ നടാൻ പോകുന്നത്, സാധാരണ മേടിച്ചോണ്ട് വന്ന ഉടനെ ചിലർ നടും, പക്ഷെ നടുകാത്തവരും. അപ്പോൾ നമ്മൾ കുഴി കുത്തിയിട്ട് ആ കുഴിയിലും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളങ്ങ് നടുക. പിന്നെ നമ്മൾ ആദ്യമേ പിന്നത്തെ കുറച്ച് നാൾ കഴിഞ്ഞ് ചെറിയ തെങ്ങുകൾക്കെല്ലാം, അതായത് നമുക്ക് ആക്സസ് ആയത്, അതായത് എത്തുന്ന തരത്തിലുള്ള കുരുത്തോല കൂമ്പുള്ള എല്ലാ തെങ്ങുകൾക്കും കുരുത്തോല കൂമ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതും ഞാൻ പറഞ്ഞ പോലെ ആ ഒരൊറ്റ കൂമ്പിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി.
പിന്നെ കുറച്ച് ചോട്ടിൽ ഒഴിച്ചിടും. അല്ലാത്ത തെങ്ങുകൾക്ക്, നമുക്കത് പറ്റാത്ത തെങ്ങുകൾക്ക് മാത്രം വേരി കൊടുത്താൽ മതി. വേരി കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു അതുപോലെ തന്നെ. അപ്പൊ ഇപ്പം എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്ന രീതി, അതായത് ശരിക്കും ഇത് എല്ലാ ചെടികൾക്കും, വൃക്ഷലതാദികൾക്ക് എല്ലാം ഉപയോഗിക്കാം, എല്ലാ ഘട്ടങ്ങളിലും ഉപയോഗിക്കാം. ഓരോ ഘട്ടങ്ങളിലും ഇതിന്റെ പ്രവർത്തനം ഓരോന്നാണ്. ഞാൻ പറഞ്ഞു, പൂടുന്ന സമയത്താണ് ചെടി പൂവുണ്ടായി വരും, എന്നാൽ കായയുടെ സമയത്താണ് പൂക്കളെല്ലാം പൊഴിയാതെ കായായി മാറും, എന്നാൽ വളർച്ചാ ഘട്ടത്തിലാണ് ചെടികൾ വളരും. അതായത് ഓരോ ഘട്ടത്തിലും അതിൻ്റെ അനുസരിതമായ രീതിയിൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലിലോ കെമിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കലാണ്. അപ്പം ചെടിക്ക് തന്നെ മനസ്സിലാക്കും ഇതാണ് വേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. ആ ഒരു കെമിക്കൽ, ഈ 40 കോമ്പൗണ്ടാണ്, 40 മെഡിസിൻ്റെ. അപ്പോൾ ആ ഒരു കോമ്പൗണ്ടിൽ ഏതാണോ അത് ആ സമയത്ത് വേണ്ട, അത് ചെടി തന്നെ തീരുമാനിച്ചു ചെയ്യും. മാഡം, ഒരു സംശയം. ഇപ്പൊ മരുന്നിനെ കുറിച്ചാണല്ലോ പറഞ്ഞുള്ളൂ, വളപ്രയോഗത്തെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. സാധാരണ വളപ്രയോഗം പോലെ തന്നെയാണോ മറ്റെന്തെങ്കിലും? അതായത് നമ്മള് ഇല്ല, അതായത് ഈ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ദിസ് ഈസ് ഓൺലി എ മെഡിസിൻ. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കാനുള്ള കംപ്ലീറ്റ് വളങ്ങൾ, ഇപ്പം ജൈവത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ ജൈവം കംപ്ലീറ്റ് കൊടുത്തിരിക്കണം. ഇനിയിപ്പം നിങ്ങൾ കെമിക്കലാണ് കൊടുക്കുന്നതെങ്കിൽ അത് വളം കൊടുക്കേണ്ട രീതിയിൽ, കൃത്യമായ രീതിയിൽ. ഇതൊരു വളമല്ല, വളം ഒരു എടുക്കാതെ കിടക്കുന്ന വളത്തെ എടുക്കും എന്നുള്ളത് സത്യമാണ്, പക്ഷേ നല്ല വേരുണ്ടാവും എന്നുള്ളത് സത്യം. പക്ഷേ ഇത് നിങ്ങൾ കൊടുക്കുന്ന വളങ്ങൾ കംപ്ലീറ്റ് കൊടുത്തിരിക്കണം. കാരണം കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ഗുണമുണ്ട്, 40% വരെ വളത്തെ നമുക്ക് ലാഭിക്കാൻ പറ്റും. കാരണം മണ്ണിൽ ഓൾറെഡി കിടക്കുന്നത് വലിച്ചെടുത്തോളൂ, പക്ഷെ കൊടുക്കാനുള്ള. മാഡം, നമ്മൾ ഈ വന്യമൃഗങ്ങൾ, ക്ഷുദ്രജീവികളിൽ നിന്നുള്ള പ്ലാന്റിനുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മയിൽ, ഇപ്പൊ നമ്മൾ പ്ലാന്റേഷൻ പുതിയ പച്ചക്കറികൾക്കൊക്കെ മയില് അത് കൊത്തി തിന്നാറുണ്ട്. അതുപോലെ നമ്മുടെ പന്നികള്, ആനയുടെ ശല്യം, ഇതിനൊക്കെ നമ്മൾ സാധാരണ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് ആണെന്ന് പറയാറുണ്ട് ഉപയോഗിച്ചാൽ. പക്ഷെ ഇത് മഴക്കാലത്ത് എത്രമാത്രം യൂസ്ഫുൾ ആണ്? ഇപ്പൊ നമ്മളത് അപ്ലൈ ചെയ്തു, തോട്ടത്തിന്റെ 4 പുറം അടിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിലൊക്കെ മഴ പെയ്താൽ അത് എത്ര ദിവസം നിൽക്കുന്നൊക്കെയാണ്. അതായത് ഒരു മിനിറ്റ്, തോട്ടത്തിന്റെ 4 പുറം അടിച്ചിട്ട് കാര്യമില്ല, ചെടിയിൽ തന്നെ അടിക്കണം. ഏത് ചെടിക്കാണോ പ്രൊട്ടക്ഷൻ വേണ്ടത് ആ ചെടിക്ക് തന്നെ കൊടുക്കണം കേട്ടോ. 4 പുറം അടിച്ചിട്ടല്ല വേണ്ടത്, മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം ഇതിപ്പോ ഒരു തെങ്ങിനെ സംബന്ധിച്ച് നമുക്ക് 4 മാസം ഇന്റർവെൽ ഉണ്ട്. അപ്പൊ നമ്മള് ആ മഴയ്ക്ക് തൊട്ട് മുമ്പ് കൊടുത്താൽ മതി. അതോടൊപ്പം ഉദ്ദേശിച്ചു മാഡം, പന്നി ശല്യം, വാഴ കുത്തിമറിക്കുക, വാഴയ്ക്ക് കൊടുക്കണം, അല്ലാതെ അവിടെ മണ്ണിലൊന്നും ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ വാഴയെ കുത്തിമറിക്കാതിരിക്കാൻ വാഴയ്ക്ക് കൊടുക്കുക, തെങ്ങിനെ കുത്തിമറിക്കാതിരിക്കുക. നമ്മളുടെ ഏതാണോ നമ്മുടെ ആവശ്യമുള്ള പ്ലാന്റ് ഏതാണോ ആ പ്ലാന്റിനാണ് നമ്മൾ ഹോമിയോ അപ്ലൈ ചെയ്യേണ്ടത്. കംപ്ലീറ്റ് കൊടുക്കണല്ലേ? ശരി. ശരി. ഹലോ, ചോദിച്ചോളൂ. ഈ മെഡിസിൻ അപ്ലൈ ചെയ്തിട്ട് എത്ര സമയത്തിനുള്ളിൽ വെള്ളം കൊടുക്കുക? അതായത് മാക്സിമം നിങ്ങൾ വെള്ളം നനച്ച് ഇന്നിപ്പോ വൈകുന്നേരം ചെടി നനച്ചിട്ടു, അല്ലെങ്കിൽ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അങ്ങ് കൊടുക്കുക. അതല്ലാതെ ഇത് കൊടുത്ത ഉടനെ നനയ്ക്കരുത്, മനസ്സിലായ? ചെടിയെ നല്ല രീതിയിൽ നനച്ച് വെള്ളം ഒരു നല്ല രീതിയിലായ ശേഷം കൊടുക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. ഇത് ചെയ്ത ഉടനെ കൊടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് പക്ഷേ പിറ്റേ ദിവസം ഉപയോഗിക്കാം, നനയ്ക്കാം. ആ ഒരു ദിവസം ഇന്റർവെല്ലിൽ വെച്ചിട്ട് പിറ്റേ ദിവസം. ഇന്നിപ്പം നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം ഇന്ന് വൈകുന്നേരം നല്ല രീതിയിൽ ചെടി നല്ലതായിട്ട് നനച്ച് അവിടെ ഇടുക, പിറ്റേ ദിവസം രാവിലെ അത് ചെയ്തേക്കുക. പിന്നെ അന്ന് നനയ്ക്കേണ്ട, പിറ്റേ ദിവസം വൈകുന്നേരം നനച്ചു. ഗുഡ് ഈവനിങ് മാം. നമ്മുടെ പച്ചക്കറികൾക്ക് കൊടുക്കുമ്പോ ആഴ്ചയിൽ ഒരിക്കലാണോ കൊടുക്കേണ്ടത്? 2 ആഴ്ച കൂടുമ്പോഴാണോ കൊടുക്കുന്നത്? അതായത് ഒരു 15 ദിവസം ഇടവിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, വീഡിയോ ഒരു ആഴ്ചയിൽ ഒരിക്കല് കൊടുക്കണ പോലെ പറഞ്ഞേ. അതിന് ഈ പച്ചക്കറിയുടെ ഒക്കെ സൈസ് അനുസരിച്ചും എല്ലാം വ്യത്യാസം വരും, നമുക്കറിയാലോ. ഇതിപ്പോ നല്ല വലിപ്പം കുറേ ഉള്ളതാണെങ്കിൽ നമുക്ക് 20 ദിവസം കഴിയുമ്പോൾ കൊടുക്കാം, അങ്ങനെ. അപ്പോൾ ചെറുതിലെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 1 അടിക്ക് താഴെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇതുണ്ടല്ലോ, റേഷ്യോ 1 ഗ്രാം ആയിരിക്കണം. ആ രീതിയിലൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.
മേഡം ഇതില് നമ്മൾ ഈ വർഷക്കാലത്ത് അടച്ച് കംപ്ലീറ്റ് മഴ പെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ മഴയില്ലാത്ത സമയത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം അത് എഫക്റ്റ് ആണോ? പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മഴ പെയ്താൽ? 4 മാസം ഇന്റർവെൽ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം മഴക്കാലത്തിന് തൊട്ട് മുമ്പ് കൊടുത്തിട്ട് പിന്നെ ആ സമയത്ത് കൊടുക്കാനും പറ്റും. ആ രീതിയിൽ കൺട്രോൾ ചെയ്യണ ഏറ്റവും നല്ലത്. പിന്നെ അല്ലാതെ അതിന്റെ എഫക്റ്റ് അതുവരെ നിൽക്കും. 4 മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4, 8 ഫസ്റ്റ് 1, പിന്നെ 4 മാസം കഴിയുമ്പോൾ 1, പിന്നെ 8 മാസം കഴിയുമ്പോൾ 1, അങ്ങനെ കൊടുത്താൽ മതി. തെങ്ങിനൊക്കെ വെയിൽ കൊടുക്കുന്ന റൂട്ട് ഫീഡിങ്. ഓക്കെ, താങ്ക് യു മാഡം. അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനായി. നമുക്ക് ഇത്രയും സമയം നമ്മുടെ ജൈവകൃഷി ക്ലാസ് നിങ്ങൾ എല്ലാവരും ക്ഷമയോട് കൂടി കേട്ടിരുന്നു. ഒത്തിരി ഡൗട്ടൊക്കെ ചോദിച്ചു. വളരെ നന്നായിട്ട് നമ്മുടെ എൽസി മാം ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ